പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 5-ാം അധ്യായം എന്റെ 3-ാമത്തെ വാക്യം. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. പ്രൈസലോ. സങ്കീർത്തനക്കാരന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെയാണ് പറയുന്നത്. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇതൊരു വലിയൊരു ആഗ്രഹമാണ്. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു ആഗ്രഹമാണ്. ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കാര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആഗ്രഹിക്കുന്ന മനസ്സിനെയാണ് ദൈവം തൃപ്തിപ്പെടുത്തുന്നത്. 20-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിച്ചാൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് തരുമെന്നാണ്. അത് 21-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോഴും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് വലിയൊരു ആഗ്രഹം എന്തിനെ കുറിച്ചായിരിക്കണം? പ്രാർത്ഥനയെ കുറിച്ച്. സങ്കീർത്തനക്കാരന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ തന്നെ നിങ്ങൾ മികച്ച ഒരു പ്രാർത്ഥന പോരാളിയായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുക. നിങ്ങൾ മികച്ചൊരു പ്രാർത്ഥന വീരനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ യുവാക്കന്മാരുടെ ഇടയിലും കൗമാരക്കാരുടെ ഇടയിലും വാർദ്ധക്യത്തിലായിരിക്കുന്ന ഇടയിലും യൗവനക്കാരുടെ ഇടയിലും ഒക്കെ പ്രാർത്ഥിക്കുന്ന ശക്തരായിരിക്കുന്ന ദൈവമക്കളെ, അങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവരെ ദൈവ നാടുകളിൽ വേർതിരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു കാഴ്ച കൂടെ കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന എന്തിനായിരിക്കണം? രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിക്കുന്നവര് മാത്രമേ ദൈവസന്നിധി ശോഭിക്കാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ദൈവമുഖം തിരിച്ചറിയാൻ കഴിയൂ. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവിക നന്മകൾ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ സമയത്തെ വേർതിരിക്കണം. പ്രൈസലോ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ സമയത്തെ വേർതിരിച്ച് നമ്മൾ ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്നിരിക്കണം. പ്രൈസലോ. ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ആ പാദാന്തിയെ നമ്മൾ വീട് കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം രേഖപ്പെടുത്തുന്ന സ്വീകരിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഏത് തുറകളിൽ നമ്മൾ നോക്കിയാലും എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അതിന്റെ നടുവിലാണ് ദൈവം പ്രാർത്ഥിക്കുന്ന അഭിഷക്തകളെ നമ്മുടെ ഇടയിൽ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ പാടി അത്യുത്സാഹത്തോടെ സ്തുതിച്ച് നിങ്ങൾ ദൈവനാമത്തിന് നന്ദി അർപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹമായി മാറും. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ ദേശത്തിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ രാജ്യത്തിന് രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയുടെ പ്രാരംഭ മറുപടി നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നത്. കാരണം നിങ്ങൾ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തി, നിങ്ങളുടെ പ്രാർത്ഥനയുടെയാണ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നിങ്ങളിലേക്ക് വന്നിട്ട് ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ശോഭിക്കണം. നമുക്കറിയാം, തകർന്നു കിടക്കുന്ന അതാണ് നമ്മുടെ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിനകത്ത് തകർന്ന രാഷ്ട്രീയാധിപത്യം, തകർന്ന ജനാധിപത്യം, തകർന്ന മതാധിപത്യം, തകർന്ന പാരമ്പര്യാധിപത്യങ്ങൾ, തകർന്നു കിടക്കുന്ന പാരമ്പര്യ ജംഗമ സ്വത്തിന്റെ പാരമ്പര്യങ്ങൾ, അങ്ങനെ വിവിധ പാരമ്പര്യ ശക്തികൾ ദൈവസഭയും ദൈവനാമത്തെയും രാജ്യത്തെയും കുടുംബങ്ങളെല്ലാം കീഴ്പ്പെടുത്തി തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ നമുക്ക് ആവശ്യം ദൈവാധിപത്യമാണ്. സഭയ്ക്കകത്ത് രാഷ്ട്രീയാധിപത്യം പാടില്ല, മതാധിപത്യം പാടില്ല, ജനാധിപത്യം പാടില്ല, പിതൃസ്വത്ത് പാരമ്പര്യം പാടില്ല, പുത്രാധിപത്യം പാടില്ല. പിന്നെന്താണ് സഭയ്ക്കകത്തുണ്ട്? ദൈവാധിപത്യം. ദൈവാധിപത്യമുള്ള സഭ മാത്രമേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. അവിടെ ശുശ്രൂഷ വെളിപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാം സഭകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയെല്ലാം ഒന്നും സഭകളല്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് ഒന്നിച്ച് ആത്മാവിൽ പാടി ആരാധിക്കുന്നവരാണതൊക്കെ നമുക്ക് പുറമേ നിന്ന് തോന്നിയാലും, നമ്മൾ പുറമേ അങ്ങനെ നിന്ന് ദർശിച്ചാലും ആ സഭയ്ക്കകത്ത് ദൈവപ്രവൃത്തി ഇല്ലെങ്കിൽ ആ സഭ വെറും വ്യർത്ഥമാണ്. ഹല്ലേലൂയ. അപ്പൊ സഭയിൽ എന്തുണ്ടാകണം? പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ എഴുന്നേൽപ്പിക്കണം. മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കൗമാരക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിലേക്ക് അവരെ കൊണ്ടുവരണം. ഹല്ലേലൂയ. അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് അവരെ പ്രാർത്ഥന വീരന്മാരായി ഒരു പ്രാർത്ഥന പോരാളിയാക്കി മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുള്ളതാണ്. അത് സഭയ്ക്കുള്ളതല്ല. സഭയുടെ ഇടയനും സഭയുടെ ശുശ്രൂഷകന്മാർക്ക് നമ്മുടെ ഭവനത്തിലുള്ള കൗമാരക്കാരെ പ്രാർത്ഥനാ വീരന്മാരായി പ്രാർത്ഥനാ വീരകളായി എഴുന്നേൽപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അവരാണ് ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞ് അവർ നിൽക്കുമ്പോൾ ഇവിടെ സഭയിലെ തലമുറകളെ വളർത്താൻ അവർ തയ്യാറല്ല. നിങ്ങൾ പല സഭയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ സഭയിൽ എത്രയോ ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും കൗമാരക്കാരും ഇരിക്കുന്നുണ്ട്. അവരുടെ സഭായോഗത്തിൽ ഇപ്പൊ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
ഒരിക്കലും കേൾക്കത്തില്ല, അവർ ചെയ്യിപ്പിക്കത്തില്ല. തലമുറ പ്രാർത്ഥിച്ച് അവരെക്കാൾ വലിയ മിടുക്കരായി അവരുടെ സ്ഥാനാധിപത്യം നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യുന്നോർത്ത് പ്രാർത്ഥിക്കാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, കൃപയുള്ള, പ്രാർത്ഥിക്കാൻ അഭിഷേകമുള്ള, പ്രാർത്ഥന നിയോഗമുള്ള അനവധി യുവതിയുവക്കന്മാർ സഭയിൽ ഇരിപ്പുണ്ട്, കൗമാരക്കാർ. അവരെ ഏൽപ്പിക്കത്തില്ല. അതിന് ഈ പ്രായമുള്ള അച്ഛനെ പ്രാർത്ഥിച്ചു, അമ്മമ്മ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു മെഴുക്ക് പുരട്ടി പരുവ സഭയല്ല ഇന്ന്. അങ്ങനെയല്ല. സഭയ്ക്കകത്ത് കൗമാരക്കാരെ പ്രാർത്ഥിക്കാൻ എഴുതിപ്പിക്കണം. കൗമാരക്കാർക്ക് സഭയ്ക്കകത്ത് ശുശ്രൂഷ കൊടുത്താൽ എന്ത് ചെയ്യും? അവർ ഈ മൊബൈലിൽ അഡിക്റ്റായി മാറാതെ സഭയിൽ ഞാൻ വന്നാൽ പാസ്റ്റർ എന്നോട് പ്രാർത്ഥിക്കാൻ പറയും, എന്നെ പ്രാർത്ഥന ഏൽപ്പിക്കുക, എനിക്കത് ചെയ്യണം. അതുകൊണ്ട് അവൻ ആ മൊബൈൽ അഡിക്റ്റിൽ നിന്ന് മാറിയിട്ട് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അല്ലേരിയ. എന്തുകൊണ്ടാണ് നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുന്നത്? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പല മക്കളും ഇന്ന് ജാതികളിലേക്ക് സമ്മതം ചെയ്യില്ല, ജാതികളോടൊപ്പം ഇണയിലാപ്പിട കൂടുകയാണ്. നമുക്കറിയാം ശേത്തിന്റെ മക്കൾ, അല്ലേരിയ, ശേത്തിന്റെ മക്കൾ ദൈവപുത്രന്മാരെ, അല്ലേരിയ, അവരെന്ത് ചെയ്തു? കായിന്റെ മക്കൾ അതിസുന്ദരികളായതുകൊണ്ട് അവരുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് നമുക്ക്, അല്ലേരിയ, ഉൽപ്പത്തി പുസ്തകം 6 കാണാൻ പറയും. അത് മുഖാന്തരം ദൈവം ന്യായവിധി അയച്ചു. ന്യായവിധി അയക്കുക മാത്രമല്ല, അന്നത്തെ ഭൂമിയെ ദൈവം ജലപ്രളയത്തെ മുക്കിക്കളഞ്ഞു. ഇന്നത്തെ അനവധി ദൈവദാസിദാസന്മാരുടെ മക്കൾ ഇന്നത്തെ കാലത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് പെന്തക്കോസ്ത് വിവാഹം കഴിക്കാൻ തുടങ്ങുന്നു. അവർ വിവാഹാലത്തിൽ തേടിപ്പോകുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. ഇതൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിശയമായിട്ട് ആശ്ചര്യമായിട്ടും ഒക്കെ തോന്നിയാൽ ഇത് വലിയ കുഴപ്പമില്ല. തെറ്റ് തന്നെയാണല്ലോ. തെറ്റ് സത്യം വിളിച്ചു പറയണം. സത്യം വിളിച്ചു പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ബൈബിളുമായിട്ട് നടക്കരുത്. ബൈബിൾ കൊണ്ട് നടക്കുന്നതിന് സത്യം മാത്രം വിളിച്ചു പറയണം. അതിനുവേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ ദൈവമക്കളിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിരാവിലെ എഴുതിയിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം 24 മണിക്കൂർ തരുന്നുണ്ട്. ഒരു ദിവസം 24 മണിക്കൂർ തരുന്നുണ്ട്. ആ 24 മണിക്കൂറിൽ നിങ്ങൾ എത്ര നേരം കർത്താവിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്? നമ്മളതിന് ദശാംശം കണക്ക് കൂട്ടിയപ്പോൾ 24 മണിക്കൂറിന്റെ ദശാംശം കണക്ക് കൂട്ടിയപ്പോലും 2 മണിക്കൂറും 24 മിനിറ്റും 2 മണിക്കൂറും 24 മിനിറ്റും കർത്താവിന് അവകാശപ്പെട്ടതാണ്. നിങ്ങൾക്ക് 8 മണിക്കൂർ ജോലിയുണ്ട്, 8 മണിക്കൂർ വിശ്രമമുണ്ട്, 8 മണിക്കൂർ ഉറക്കമൊന്നും ലോകപ്രകാരം നിയമം വെച്ചിട്ടുണ്ട്. ആ 8 മണിക്കൂർ ഉറക്കവും 8 മണിക്കൂർ വിശ്രമവും 8 മണിക്കൂർ ജോലി എന്നുള്ളത് പറയുന്നതിനകത്തുനിന്ന് അതിനകത്ത് 2 മണിക്കൂറും 24 മിനിറ്റും കർത്താവിനുള്ളതാണ്. നിങ്ങൾ എത്ര പേര് അങ്ങനെ കൊടുക്കുന്നുണ്ട്? 2 മണിക്കൂർ 24 മിനിറ്റും. നിങ്ങളുടെ ഭവനത്തിൽ രാവിലെ പ്രഭാത പ്രാർത്ഥനയുണ്ടോ ശ്രോതാവി? രാവിലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിളിച്ചെണീപ്പിച്ച് അവരെ ഇരുത്തി പാട്ടുപാടി ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവം ഭവനത്തിനകത്തുണ്ടോ? സന്ധ്യയ്ക്ക് എല്ലാവരോടും കൂടി വന്നിരുന്ന ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവമുണ്ടോ? ചില ഭവനൊക്കെ ഉണ്ട് 15 മിനിറ്റ് വൈകിട്ടത്തെ പ്രാർത്ഥന, ചിലർക്ക് രാവിലെ 15 മിനിറ്റ്. വൈകിട്ട് രാവിലെയും വൈകിട്ടും ഒക്കെ ദൈവത്തിന്റെയും മക്കളെയൊക്കെ വിളിച്ചിട്ട് അവരെ കൊണ്ടൊക്കെ വേദപുസ്തകം വായിപ്പിക്കണം. മക്കളെ കൊണ്ടൊക്കെ വേദപുസ്തകം വായിക്കണം. ഇപ്പൊ നമുക്കറിയാം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മലയാളം വായിക്കാൻ അറിയത്തില്ല. 10ാം ക്ലാസ്സും 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സിൽ എത്തി +2 പഠിച്ച കുഞ്ഞുങ്ങൾക്ക് മലയാളം വായിക്കാനും എഴുതാനും അറിയത്തില്ലെന്ന്. അല്ലേരിയ. വിളിച്ചാലും BA-ക്കാരോട് MA-ക്കാരോട് ചോദിച്ചാൽ അവർക്കൊന്നും മലയാളം നന്നായിട്ട് പറയാനും എഴുതാനും അറിയത്തില്ല. എന്തുകൊണ്ടാണ്? അവരെ ബൈബിൾ പഠിപ്പിച്ചില്ല. അത് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും. നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ മക്കൾ നിങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ബൈബിൾ വായിച്ച് പഠിപ്പിച്ച് നോക്കിയായിട്ട് അവൻ ഏത് സാഹചര്യത്തിൽ ഏത് മലയാളവും വായിക്കും. അവൻ അക്ഷരം തെറ്റാതെ, അക്ഷരം മാറിപ്പോകാൻ സ്ഫുടമായ രീതിയിൽ നല്ല വ്യക്തവും ശക്തമായി നല്ല തെളിവായ രീതിയിൽ മറ്റുള്ള എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ ഏറ്റവും ഉത്തേജനം നൽകുന്നത് ബൈബിൾ വായിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ബൈബിൾ വായിച്ച് പഠിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും മലയാളം സംസാരിക്കുന്നത് പരാജയപ്പെട്ടു പോകത്തില്ല. അപ്പം നമ്മുടെ കുടുംബത്തിനകത്ത് വെളുപ്പിനെ മക്കളെ എഴുന്നേറ്റ് വൈകിട്ട് മക്കളെ എഴുന്നേപ്പിച്ച് ബൈബിൾ വായിച്ച് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം, അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഭവനത്തിൽ തുടങ്ങേണ്ട ശുശ്രൂഷ ഇതൊക്കെ. ഇവിടെ ദാവീദ് പറയുകയാണ്, യഹോവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ നമ്മുടെ രാവിലെ ഞാൻ നിനക്ക് ഒരുങ്ങി കാത്തിരിക്കുന്നു. രാവിലെ നമ്മൾ കല്യാണത്തിന് പോകണമെങ്കിൽ രാവിലത്തെ ബസ് എപ്പോഴാണോ ട്രെയിൻ എപ്പോഴാണോ അതിലൂടെ നമ്മൾ രാവിലെ നമ്മൾ ടൂർ പോകണമെങ്കിൽ, നമ്മൾ ഉല്ലാസയാത്ര പോകണമെങ്കിൽ, നമ്മുടെ എന്തെങ്കിലും കാര്യത്തിന് പോകണമെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് അതിനുവേണ്ടി തയ്യാറാകും. പക്ഷെ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുണ്ടോ? അല്ലേ? ഒരു പ്രഭാതത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളൊക്കെ ഈ മൊബൈലും ഒക്കെ തോണ്ടി അഡിക്റ്റായി. സൗകര്യമാരും മാതാവും മൊബൈലിന് അഡിക്റ്റ് ആണല്ലോ. ആ മൊബൈൽ ഭ്രാന്തന്മാരാണല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും, അല്ലെങ്കിൽ കോഴി കൂകുന്ന സമയത്തായിരിക്കും ചില കിടക്കുന്നത്. ഇനി ആ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു 5 മണിക്കെങ്കിലും നിങ്ങളുടെ മക്കളെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് നിങ്ങൾ കുടുംബമായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ രാവിലത്തെ പ്രാർത്ഥനയ്ക്കകത്ത് വളരെ ശക്തിയുണ്ട്.
അല്ലേ? രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് അത് വളരെ ശക്തിയുണ്ട്, വളരെ ദൈവസാന്നിധ്യമുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പലപ്പോഴും ഞാൻ എല്ലാ ദിവസവും വെളുപ്പിനെ 3 മണിക്ക് പ്രാർത്ഥന ആരംഭിക്കും. അത് ഒരു ദിവസം പോലും പറയും, ഞാൻ പനിയായിട്ട് കിടന്നപ്പോൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര പനി, ശാരീരിക വേദന, ചുമയും ആമയും, അതുപോലെ ഭയങ്കര അസ്വസ്ഥ, രാവിലെ കട്ടിലിൽ നിന്ന് എഴുതേക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ് ഈ ചില ദിവസങ്ങളായിട്ട്. ഇപ്പോഴും അത് തന്നെയാണ്, നല്ല പനിയും പ്രയാസങ്ങളുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ രാവിലെ എൻ്റെ പ്രാർത്ഥന മുടക്കത്തില്ല. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന കഴിഞ്ഞ് അനേകമൊക്കെ ഞാൻ ദൈവവചന മെസ്സേജുകൾ അയക്കും, അനേക ഗ്രൂപ്പുകളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന് ശേഷമായിട്ട് ദൈവവചനം പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്താൽ, കാരണം രാവിലെ കർത്താവിനുള്ളതാണ്. പ്രഭാതത്തിൽ കണ്ണ് ചിമ്മി എഴുന്നേറ്റ് വന്ന സമയം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവത്തിന് വചനമായ പ്രഭാത ധ്യാനത്തിന്റെ വൈശിഷ്ട്യം എന്നൊക്കെ പറയുന്നത്, പ്രഭാത ധ്യാന വൈശിഷ്ട്യം എന്നൊക്കെ പറയുന്നത്, ലക്ഷ്യബോധമുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മെ ശക്തരാക്കി മാറ്റും. ഹല്ലേലൂയ. ലക്ഷ്യബോധമുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മെ ശക്തരാക്കി മാറ്റണമെങ്കിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥനയ്ക്കായി ദാനിയേലിനെ പോലെ മാളിക മുറിയുടെ വാതിൽ കതക് തുറന്നിട്ടതുപോലെ നമ്മൾ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നിടണം. ഹല്ലേലൂയ. 24-ാം സംഗീതം 7-ാം വാക്യമൊക്കെ വായിക്കണം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ ഹൃദയവാതിൽ രാവിലെ തുറന്നിടണം. ഹൃദയവാതിൽ രാവിലെ തുറന്നിട്ട് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ മഹത്വത്തിന്റെ രാജാവ് നമ്മളിലേക്ക് പ്രവേശിക്കും. മഹത്വത്തിന്റെ രാജാവാണല്ലേ. വീരനും ബലവാനും യുദ്ധവീരനുമായ യഹോവ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് നമ്മെ അന്നത്തെ ദിവസം വഴി നടത്തണമെങ്കിൽ രാവിലെ നമ്മൾ പ്രാർത്ഥിക്കണം. ദാനിയേലിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? ഹല്ലേലൂയ. രാവിലെ അല്ലെങ്കിൽ പുള്ളി എഴുതിട്ട് പ്രാർത്ഥിക്കുക, ദിനത്തോട് ചെയ്യുന്ന പരിപാടിയാണ്. ഹല്ലേലൂയ. അപ്പൊ ദാനിയേലിനെതിരെ വലിയ രേഖ. ഹല്ലേലൂയ. ദാരിയാവേശ് രാജാവിന്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ബാബിലോണിലെ എല്ലാവരും രാജാക്കന്മാരെ ശ്രദ്ധിക്കണോ, രാജാക്കന്മാരെ ദൈവമായിട്ട് കാണണമെന്നാണ്. പക്ഷെ ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി അതിന് തയ്യാറല്ല. അത് മുഖാന്തരം എന്ത് ചെയ്തു? ദാനിയേലിന് മേൽ കുറ്റം കണ്ടെത്താൻ വേണ്ടി ബാബിലോണിലുള്ള എല്ലാ ജനങ്ങളും തയ്യാറായി. അങ്ങനെ ദാനിയേലിനെതിരെ ഒരു കുറ്റം കണ്ടെത്താൻ കണ്ടെത്തുന്ന കേട്ട് അങ്ങനെ ഒരു കുറ്റം കാണുന്നില്ല. അവസാനം അവർ കണ്ടുപിടിച്ചത് അവൻ സ്തുതിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള കുറ്റമാണ്. രാജാവിൻ്റെ ഇരിക്കെ ചെന്നു, രാജാവ് ഈ 30 ദിവസത്തേക്ക് ഇനിയും രാജാവിനുള്ള മറ്റാരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ കുറ്റം കണ്ടുപിടിച്ച് രാജാവിനെ പറഞ്ഞ് പ്രലോഭനം കൊടുത്ത് സമ്മതിപ്പിച്ച് മാറ്റം വരാത്ത രേഖ ദാനിയേലിനെതിരെ എഴുതി. ആ രേഖ എഴുതിയെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ദാനിയേൽ എന്താ ചെയ്തത്? തിരിച്ച് പ്രതികാരത്തിന് പോകാനോ വെല്ലുവിളിക്കാനോ, ഞാനിങ്ങനെ ചെയ്യൂടാ, ഞാൻ നിന്നോട് കാണിച്ചു തരാം എന്നൊക്കെ നമ്മൾ പറയുന്നവരൊന്നും അല്ല. അല്ല, നമുക്ക് ദാനിയേൽ പറഞ്ഞ് ദാനിയേലിനെതിരെ രേഖ എഴുതിയെന്ന് പറഞ്ഞപ്പോൾ ദാനിയേലിനെ സിംഹത്തിന്റെ ഭൂമി ഇട്ടുകളയുമെന്ന് കൽപ്പനയായപ്പോൾ ദാനിയേൽ എന്ത് ചെയ്തു? വെല്ലുവിളിക്കാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാണ് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകൂത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ സ്തോത്രം ചെയ്തു എന്നാണ്. അപ്പം ഇത് രേഖ എഴുതിയപ്പോൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, താൻ മുമ്പേ ചെയ്തു വന്നിരുന്ന പോലെ. അപ്പം ദാനിയേലിന്റെ ജീവിതത്തിൽ മുമ്പേ പ്രാർത്ഥന ഉണ്ടായിരുന്ന. നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കടം വരുമ്പം, കെണികൾ വരുമ്പം, പ്രശ്നം വരുമ്പം, ദുരിതം വരുമ്പം, രോഗം വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കം വീഴ്പ്പെടാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി എന്താ? മുമ്പേ അവൻ അവിടെ എഴുതി താൻ മുമ്പേ ചെയ്തു വരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ദാനിയേലൊക്കെ ഒരിക്കൽ തോന്നുന്നത് ഒരു ദിവസത്തിന് 24 മണിക്കൂറിന്റെ 2 മണിക്കൂറും 24 സെക്കൻഡും അല്ലെങ്കിൽ സ്തോത്രം ദൈവത്തിന് വേണ്ടി ചെലവഴിച്ചു കാണും. 24 മിനിറ്റും അല്ലെങ്കിൽ 2 മണിക്കൂർ 24 മിനിറ്റ് കർത്താവിന്റെ വീട് കൊടുത്തു കാണും. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്ന നന്മകൾ ഓർത്താൽ നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ ഈ സാക്ഷ്യത്തിനൊക്കെ എഴുതിയിട്ടുള്ള അടി ഒരു വചനം എടുത്ത് അതിൻ്റെ ഏരിയ ഞാനൊരു നാടൻ ശരിയൊക്കെ ഉപയോഗിച്ചെന്നുള്ളത് കേട്ടോ. നമ്മൾ ഈ പ്രാർത്ഥിക സൗകര്യമാർക്ക് എഴുന്നേറ്റ് ബൈബിളൊക്കെ തുറന്ന് സാക്ഷി, എൻ മനവി യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരം ഒരു വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനവി യഹോവയുടെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അത് പറയാൻ നമുക്ക് ഭയങ്കര ബിരുദം പ്രാപ്തി, ആ വചനമൊക്കെ ബൈഹാർട്ടാക്കി വെച്ചിരിക്കുക. പക്ഷെ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിലില്ല. ഹല്ലേലൂയ. അബ്രഹാം പ്രവർത്തിയാൽ വിശ്വാസം തെളിയിച്ചു. ഹല്ലേലൂയ.
അബ്രഹാം പ്രവർത്തിയാൽ വിശ്വാസം തെളിയിച്ചു നീതിയായി കണക്കിട്ടുവെന്ന്. അല്ലെങ്കിൽ തന്റെ ഏകജാതനായിരിക്കുന്ന മകനെ യാഗം കഴിക്കുവാൻ യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട് കൽപ്പന ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തന്റെ വീട്ടിൽ തന്റെ ഭാര്യയായിരിക്കും സാറയോട് ചോദിക്കാതെ, തന്റെ വീട്ടിലുള്ള ദാസിദാസന്മാരുടെ തന്റെ ബന്ധുക്കളോട് ഒന്നും ചോദിക്കാതെ അബ്രഹാം യാഗം കഴിക്കാൻ തന്റെ ഏകജാതനായിരിക്കുന്ന മകനെ കൂട്ടി വിറകുമെടുത്ത് തീവെടുത്ത് കത്തിവെടുത്ത് ഭാര്യക്കാരെ കൂട്ടി കഴുത്തേക്ക് കോപ്പിട്ട് പോവാ. അല്ലെങ്കിൽ 3 ദിവസം നടന്ന് ആമി താഴെ ചെന്നപ്പോൾ ആമയെ മോറിയാമല കണ്ടു. മോറിയാമല കണ്ട കഴിഞ്ഞപ്പോൾ ബാലിക, നിങ്ങളിവിടെ ഇരിക്കേ, ഞാനും എൻ്റെ മകനും കൂടെ പോയി യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം. ഞാനും എൻ്റെ മകനൂടെ പോയി യാഗം കഴിച്ചിട്ട് ഞങ്ങൾ അതുപോലെ മടങ്ങി വരുമെന്ന് അബ്രഹാം വിശ്വാസം പറയുന്നത്. അങ്ങനെ മോറിയാമലയിൽ ചെന്ന് യാഗം കഴിച്ചു. അല്ലെങ്കിൽ ആമി യാഗം കഴിക്കാൻ ബാലനെ യാഗമെടുത്ത് കിടത്തിയപ്പോൾ സ്വർഗം സംസാരിച്ച്, അബ്രഹാമേ ബാലന്മേ കൈവെക്കരുത്. അല്ലെങ്കിൽ അബ്രഹാം പുറകോട്ടൊരു ആട്ടുകുട്ടി എന്നെടുത്ത് യാഗം കഴിച്ചു. ഇസ്ഹാക്കും ആമി അബ്രഹാം ഇറങ്ങി വരാൻ പ്രാർത്ഥിക്കുന്ന, അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ആയിരുന്നു എന്ന അബ്രഹാമിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നതും വായിക്കുന്നതും ചിന്തിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ദൈവം നമുക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്താണ്. എല്ലാവർക്കും അത്ഭുതം വേണം. സാമ്പത്തിക അത്ഭുതം നടക്കണം, രോഗശാന്തി നടക്കണം, വീര്യപ്രവർത്തികൾ നടക്കണം. അവർ പറയുന്ന എല്ലാ അത്ഭുതങ്ങളായിട്ട് ജീവിതത്തിൽ നടക്കണം. പക്ഷേ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ സമയമില്ല. പ്രാർത്ഥിക്കാത്ത നിന്റെ ജീവിതത്തിൽ എങ്ങനെ ദൈവം അത്ഭുതം ചെയ്യും? ശ്രോതാവി, അല്ലേലിയ, എന്നെ കേൾക്കുന്ന സ്നേഹിത മാതാപിതാവി, നീ രാത്രിയിൽ കിടക്കുന്നത് അല്ലേലിയ ആമി എത്ര മണിക്കാ? നിങ്ങൾ ഈ പാസ്റ്റർക്കാൻ ഇതൊക്കെ ചോദിക്കേണ്ട കാര്യം ഇതൊക്കെ ചോദിച്ചേക്ക. എന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. രാത്രി നിന്റെ പകൽ അന്ത്യമുള്ള വേല കഴിഞ്ഞിട്ട്, പകലന്ത്യമുള്ള നിന്റെ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് നിന്റെ മക്കളുമായിട്ട് 7 മണിക്കോ അല്ലെങ്കിൽ 8 മണിക്കോ ഒക്കെ ഒന്നിച്ചിന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് നേരത്തെ അത്താഴം കഴിച്ചിട്ട് ഒരു 9-9:30 ആകുമ്പോൾ കിടന്നുറങ്ങണം. 9-9:30 ആകുമ്പോൾ കിടന്നുറങ്ങിയിട്ട് പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് എഴുതേക്കണം. രാത്രി മുഴുവൻ ഈ മൊബൈലും കുട്ടി തോടിയത് ചാറ്റിങ് ചെയ്ത് അതും കണ്ട് ഇതും കണ്ട് സകല കച്ചറകളും കണ്ട് സകല സെക്സും കണ്ട് ഇന്ന് വേണ്ട മനസ്സും ഹൃദയം മുഴുവൻ അശുദ്ധമാക്കി അറയ്ക്കപ്പെട്ട പാപങ്ങളെല്ലാം ഹൃദയത്തിനകത്ത് വലിച്ചു കയറ്റി വെച്ചിട്ട് നീ രാത്രി കിടന്ന് ഉറങ്ങും. പിന്നെ നീ ദുർസ്വപ്നം കണ്ടിട്ട് പ്രഭാതത്തിൽ എഴുതേക്കത്തില്ല. അങ്ങനെയല്ലേ എല്ലാവരും? അതെ, സ്വതം നല്ലൊരു ശതമാനം അങ്ങനെയാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നപ്പം എന്നോട് അവിടുത്തെ മാതാവ് പറയും, എന്റെ മാസ്റ്ററെ മക്കൾക്ക് പ്രാർത്ഥനയില്ല, ഈ മൊബൈലാ മക്കൾക്ക് പ്രാർത്ഥനയില്ല. എന്തുകൊണ്ടാണ് മക്കൾക്ക് പ്രാർത്ഥനയില്ലാതായി പോയത്? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് എൻ്റെ ഒരു സഹോദരി വിളിച്ചു. കാസർഗോഡ് സഹോദരി 4.5 വയസ്സുണ്ട്, സ്കൂളിൽ പോകത്തില്ല. ഞാൻ എന്തുകൊണ്ടാണ് കുട്ടി സ്കൂളിൽ പോകുന്നത്? 4.5 വയസ്സുള്ള ഇപ്പം ചില 4.5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടി പോകുന്ന പറയാൻ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഈ താമസിക്കുന്ന ഭവൻ ഒരു ക്രൈസ്തവ വിശ്വാസ വീടാണ്, ഒരു ക്രിസ്ത്യാനി വീടാണ്. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് 19 വർഷമായി. ഈ ക്രൈസ്തവ വിശ്വാസത്തിലും ഈ വിശ്വാസത്തിലും മകൻ ഒരു കല്യാണം കഴിച്ചൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിക്ക് അംഗൻവാടി പോകണം, സ്കൂളിൽ പോകണം, ഭയങ്കര ഒറ്റ ദിവസം പോലും പോകാതിരിക്കത്തില്ല, എല്ലാ ദിവസവും പോകും. അതിന് പ്രത്യേകിച്ച് അതിന് ഒരു കാരണമൊന്നും വേണ്ട, അതങ്ങ് തയ്യാറാണ്. എന്ന് വെച്ചാൽ അങ്ങ് വളർത്തുന്നതിന് ലക്ഷമാണ്, വളർത്തുന്നതിൻ്റെ കേട്ടോ. അല്ലെങ്കിൽ അപ്പം ഈ വിശ്വാസിയുടെ ഈ കാസർഗോഡ് സൗകര്യം പറയാം, കുഞ്ഞിന് 4 വയസ്സായി പള്ളി അവര് സ്കൂളിൽ പോകത്തില്ലെന്ന് ഭയങ്കര കരച്ച് നിലവിളിയാണ്. അതുകൊണ്ട് ഒരിക്കലും അവൾ പോകത്തില്ല. പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ പാസ്റ്റയെ അവൾ ചെറുപ്പകാലം തൊട്ട് ഈ മൊബൈലിൽ നോക്കിയിരുന്ന് ഈ ഗെയിമെല്ലാം കണ്ട് കുട്ടി പാചകത്തുനിന്ന് മാറത്തില്ല. ഞാൻ പറഞ്ഞു 10 മൊബൈലിൽ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഒരു 10 മൊബൈലിൽ ഒരു മൊബൈലിൽ വെച്ച് കണ്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു 5-6 മൊബൈലുകൾ 10 വേണ്ടിച്ചാൽ കുട്ടിക്കിട്ട് കൊടുക്കുക. അതിനെ നിങ്ങളങ്ങ് നശിപ്പിക്കുക. എന്നെ കേൾക്കുന്ന മാതാവ്, നിന്റെ മക്കളെ നശിപ്പിക്കുന്നത് നീ തന്നെയാണ്. മാതാപിതാക്കളോട് പറഞ്ഞിട്ട് നിങ്ങളുടെ മക്കളെ നശിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ചെറുപ്രായത്തിൽ തന്നെ കുട്ടിക്ക് മൊബൈൽ വാങ്ങി കൊടുത്ത് അതിനെ തോളിലിരുത്തി എളിയലിരുത്തി മൊബൈലുകളിൽ അതിനെ മാറ്റിയിരുത്തി മൊബൈലിന് മുമ്പ് ഇട്ട് കൊടുത്ത് നീ മൊബൈലിനകത്ത് ചാറ്റിങ് ചെയ്ത് നീ കാണിക്കുന്ന ദുഷ്പ്രവർത്തനത്തിന്റെ മക്കൾ അത് കണ്ട് പഠിച്ചു വളർന്നു വരുമ്പോൾ അവൻ നിന്നെ അനുസരിക്കത്തില്ലെന്ന്, അവൻ ലോകപ്രകാരമായി പോകും. അല്ലേലൂയ. അതുകൊണ്ട് നിന്റെ മക്കൾക്ക് ഒരു 10 മൊബൈൽ മേടിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ പ്രാർത്ഥിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു, വയനാൽ എന്നെ ഇനി പ്രാർത്ഥിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളെ ഇനി പ്രാർത്ഥിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കുട്ടിക്ക് മൊബൈൽ കൊടുത്ത് ആ മൊബൈലിൽ കാരണം കുട്ടി സ്കൂളിൽ പോകാൻ കഴിയാത്തതെന്ന് പറഞ്ഞ് എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കരുതെന്ന് പറഞ്ഞു. ശരിയല്ലേ? നമുക്ക് ഈ ആരുടെയും പണം നോക്കി ഒന്നും ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. ആരുടെയും പണം നോക്കി, ആരുടെയും മുഖം അല്ലെങ്കിൽ സ്നേഹം നോക്കി, ആരുടെയും പ്രീതി നേടിയൊന്നും ശുശ്രൂഷ ചെയ്യാൻ പാടില്ല. ചിലർക്ക് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ ആ ഭവനത്തിന് പ്രീതി നഷ്ടപ്പെട്ടു പോകുമല്ലോ, വരുമാനം നഷ്ടപ്പെട്ടു പോകുമല്ലോ, സ്വോത്രകാഴ്ച നഷ്ടപ്പെട്ടു പോകും, ദശാംശം നഷ്ടപ്പെട്ടു. ഇനി അച്ഛനെ നോക്കി അമ്മാമയെ നോക്കിയോ മക്കളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ വിദേശത്തേക്ക് പോകാണ്ട് വിസ കിട്ടിയില്ലെത്തി കരച്ചില്ല ചില ദൈവദാസന്മാരും കേട്ടോ. ഇവിടെ അതൊന്നും പ്രശ്നമല്ല.
ഇവിടെ വിദേശത്തേക്ക് പോകാൻ ഞാൻ എൻ്റെ കണ്ണ് വിദേശത്തേക്ക് ഉയർത്തുന്നൊന്നും അല്ല ഞാൻ വേദപുസ്തകം പഠിച്ചത്. ഞാൻ എൻ്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്നാണ് ഞാൻ വായിച്ചു പഠിച്ചത്. അപ്പൊ ഇന്നത്തെ പല ദൈവദാസദാസന്മാർ ഞാൻ എൻ്റെ കണ്ണ് വിദേശത്തേക്ക് ഉയർത്തും, എനിക്ക് സഹായം അമേരിക്കയിൽ നിന്ന് വരുമോ, ഗൾഫിൽ നിന്ന് വരുമോ, ജർമ്മനിയിൽ നിന്ന് വരുമോ, ഇറ്റലിയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ വരുമോ, പലരുടെ ചിന്തയാണ്. അതുകൊണ്ട് അവരുടെ മക്കളും അത് തന്നെയാണ്. അല്ലേ, നമ്മൾ ദൈവസനെ നമ്മുടെ കണ്ണുകൾ ഉയർത്തണം. ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം എവിടെ വരും, എവിടെ നിന്ന് വരും എൻ്റെ സഹായം? ആകാശത്തെ ഭൂമി ഉണ്ടാക്കി യഹോവയിൽ വരും. 121 സങ്കീർത്തനം പറയുന്നുണ്ടെങ്കിൽ 123 സങ്കീർത്തനം വായിക്കുക. ഞാൻ എൻ്റെ കണ്ണ് സ്വർഗത്തിലേക്ക് നീക്കി ഉയർത്തുന്നു പറഞ്ഞ് ശക്തമായ പ്രാർത്ഥന അന്തരീക്ഷമാണ്. വേദപുസ്തകം മുഴുവൻ പ്രാർത്ഥനയാണ്. അല്ലേരിയ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയായിരിക്കണം. പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ദിവസത്തിന്റെ 2 മണിക്കൂർ 24 മിനിറ്റ് നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കണം. അതിരാവിലെ ഉണർന്ന് ഇന്ന് ഞാൻ രാജാവിനെ ദർശിപ്പാൻ പോകുന്നു. അധികാലത്ത് എഴുന്നേറ്റ് നിങ്ങൾ രാജാവിനെ ദർശിക്കാൻ പോകുന്നു. കർത്താവിനെ കാണാൻ പോകുന്നു. അൽഫയും ഒമേഗയുമായി കർത്താവിനെ കാണണം. ആദ്യമായവനെ ആമേൻ. രാജാവ് അടുത്തുകൂടാത്ത വെളിച്ചത്തെ വസിക്കുന്നവനും ആരും കാണാത്തവനും ആർക്കും കാണാൻ കഴിയാത്തതുമായ കർത്താവിനെ കാണുവാൻ ഞാൻ അതിരാവിലെ എന്റെ സമയത്ത് വേർതിരിക്കുന്നു പറഞ്ഞ് രാവിലെ പ്രഭാതത്തിൽ പ്രാർത്ഥന ആരംഭിക്കണം. നിങ്ങൾ രാവിലെ പ്രഭാതത്തിൽ പ്രാർത്ഥന ആരംഭിച്ച് നിങ്ങൾ ഏത് വഴിക്കും പോയി നോക്കിയാട്ടെ നിങ്ങളുടെ ജീവിതം ഏറ്റവും സന്തോഷമായി മാറും. അല്ലേലൂയ. അപ്പൊ നമുക്ക് പ്രാർത്ഥന ദാവീദ് അതൊക്കെയാണ് ചെയ്യുന്നത്. അല്ലേലൂയ. അല്ലെങ്കിൽ രാവിലെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. രാവിലെ വീട്ടിനകത്ത് വന്ന് പ്രാർത്ഥന കേൾക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. സ്തോത്രം. അല്ലേലൂയ. രാവിലെ പ്രാർത്ഥന ഉയരണം. എബ്രഹാം ലിങ്കനെ കുറിച്ച് നമുക്കറിയാമല്ലോ. അമേരിക്കയുടെ മഹത്തായ ശ്രേഷ്ഠരായ ഒരു പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ. അപ്പൊ എബ്രഹാം ലിങ്കൻ എന്ത് ചെയ്തു? അനുദിനവും രാവിലെ 4 മണിക്ക് എഴുന്നിട്ട് കർത്താവിനെ സ്തുതിക്കുമായിരുന്നെന്നാണ് എബ്രഹാം ലിങ്കനെ എബ്രഹാം ലിങ്കനെ കുറിച്ച് പഠിക്കുന്നത്. അതിരാവിലെ 4 മണിക്ക് എഴുന്നിട്ട് അതിനേരം അല്ലെങ്കിൽ വളരെ നേരം ദൈവത്തെ സ്തുതിക്കുന്ന പതിവ് എബ്രഹാം ലിങ്കൻ ഉണ്ടായിരുന്നു. ആകിയാൽ അദ്ദേഹത്തിന്റെ യൗവനത്തിൽ ഒരു മരം വെട്ടുകാനായി അദ്ദേഹത്തിന്റെ ദാരിദ്ര്യ ജീവിതം, അദ്ദേഹത്തിന്റെ യൗവനകാലം ഒരു മരം വെട്ടുകാരനായിരുന്നു. മരം വെട്ടുകാരനായി ജീവിച്ച എബ്രഹാം ലിങ്കൻ തന്റെ ജീവിതത്തിന്റെ നാളുകളിൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ദീർഘനേരം പ്രാർത്ഥിച്ച് തന്റെ തൊഴിലും കൊണ്ട് നടന്നെങ്കിൽ പിന്നത്തേതിൽ അവന് ദൈവം ചെയ്തു മാനവും മഹത്വവും കൊടുത്തു. മാനവും മഹത്വം കൊടുത്തു. അമേരിക്കയുടെ മികച്ച പ്രസിഡന്റായി മാറി. അതുകൊണ്ടാണ് എബ്രഹാം ലിങ്കനെ കുറിച്ച് ഇന്നും നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാനവും മഹത്വവും ഒക്കെ ദൈവം തന്നെ നമ്മളെ ഉയർത്തുവന്ന ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവ തേജസ് നിന്നിലേക്ക് ഇറങ്ങി വരുന്നത്. തേജസ് പ്രാപിച്ച് തേജസ്സിന്റെ ജീവിതം നയിക്കണമെങ്കിൽ തേജസ്സിന് ശുശ്രൂഷ ചെയ്യുന്ന നിന്റെ മക്കളുടെ മുഖത്തൊക്കെ തേജസ് വരണമെങ്കിൽ ഹല്ലേലൂയ നീ പ്രാർത്ഥിക്കണം. ചിലരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം അവർ ഉള്ളിൽ വസിക്കുന്ന ഭൂതത്തെ. ചിലരുടെ മുഖത്ത് നോക്കി ഭൂതാത്മാവ് നിറയപ്പെട്ട് കാലിനുള്ളിൽ നിൽക്കുന്ന മുഖഭാവമൊക്കെ കണ്ടിട്ടില്ലേ? പല്ല് കടിച്ച് പല്ലിഞ്ഞവർന്ന് ഈ പല്ല് കടിക്കുന്ന ദൈവദാസന്മാരെ കണ്ടിട്ടുണ്ട്. പല്ല് കടിച്ച് പല്ലിഞ്ഞവർന്ന ദൈവദാസന്മാർ, പല്ല് കടിക്കുന്ന ഭാര്യമാർ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് ചോദിക്കുക അമ്മ വീരാതി ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കുടുംബം ഒന്നും ഐശ്വര്യം അനുഗ്രഹിക്കപ്പെടത്തില്ല കേട്ടോ. നമ്മളെപ്പോഴും ഇതിന് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. നമ്മുടെ ചുണ്ടുകൾ പ്രാർത്ഥനയ്ക്ക് കൊടുക്കണം. നമ്മുടെ അത്തരം പ്രാർത്ഥനയ്ക്കായിരിക്കണം. അല്ലാത്തതിനൊന്നും നമ്മുടെ നാവും ചൂണ്ടും നമ്മുടെ അതിരൊന്നും വിട്ടുകൊടുക്കരുത്. സാത്താൻ നമ്മുടെ അതിരത്തെ ഉപയോഗിക്കരുത്. അതിരഫലം എന്ന സ്തോത്രയാഗം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ട് സംഗീതക്കാരെ പോലെ പറയണേ, യഹോവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്ക് ഓർമ്മിച്ചത് ദാനിയേലിനെതിരെ രേഖ എഴുതിയെന്ന് കേട്ടപ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കാൻ തയ്യാറായതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അനേക ക്രൈസ്തവർ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ സമയമില്ല, അനേക ഉത്തരവാദിത്വമുള്ള ജോലിയാണ്, തിരക്കാണ്, ബിസിയാണെന്നൊക്കെ പറഞ്ഞ് പല്ലും നടക്കുക. പ്രാർത്ഥിക്കുന്ന സമയമില്ല, ഭയങ്കര തിരക്കാ, ബിസിയാ. ഹല്ലേലൂയ. പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരക്കും ബിസിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മൊബൈലും തോണ്ടിച്ച് പിന്നെ കിടന്നങ്ങ് ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. രാവിലെ നേരം വെളുക്കുന്നു, വൈകുന്നു, എഴുന്നേൽക്കുന്നു, നടക്കുന്നു, കുളിക്കുന്നു, കഴിക്കുന്നു എന്നൊക്കെ വേണ്ട എന്തെല്ലാമാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്. നീ പ്രാർത്ഥിക്കണം സഹോദരി. നിന്റെ ജീവിതം പ്രാർത്ഥന. നിന്റെ കുടുംബത്തിനകത്ത് മദ്യപാനത്തിന്റെ അംശം മാറ്റിവെച്ച് ലഹരിയൊക്കെ മാറ്റിവെച്ചിട്ട് സിഗരറ്റും പുകവലിയും ഈ ചുണ്ണാമ്പും പാക്കും
പോകലെയും വെറ്റിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പാനശാലകളുടെ ആ സാന്നിധ്യം നിന്റെ കുടുംബത്തിൽ മാറ്റി നിന്റെ അലമാരിക്കകത്തിരിക്കുന്ന നിന്റെ ഫ്രിഡ്ജിലിരിക്കുന്ന ആ ബിയർ കുപ്പിയും ആ ബ്രാൻഡി കുപ്പിയും നിന്റെ തലകണക്കീഴിൽ കൊണ്ടുവച്ചിരിക്കുന്ന ആ പൈൻറ്റിന്റെ കുപ്പിയൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നിന്റെ അലമാരി ഭദ്രമായിട്ട് വെച്ചിരിക്കുന്ന ആ മിലിറ്ററിയുടെ കട്ട റമ്മൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ടേ നിന്റെ ഭവനം ഒന്ന് ശുദ്ധീകരിക്കണം. പല കുടുംബങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ എന്താ ബിയറും ബ്രാൻഡിയും എന്ന് വേണ്ട മിലിറ്ററി റമ്മുകൾ ഇതൊക്കെയാണ് വലിയ ദ്രവ്യം പോലെ ഭവനത്തിൽ ചുറ്റും ദൈവമക്കളുടെ ഭവനം പോലും. എൻ്റെ ഏരിയ പണ്ടെന്നെ ഒരു അമേരിക്കയിൽ നിന്ന് അച്ഛൻ വിളിച്ച് ആദ്യമായിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഈ നമ്പർ കണ്ടിട്ട് വിളിച്ചതാ. അപ്പൊ എന്നോട് ചോദിച്ചു പാസ് അമേരിക്ക. ഞാൻ പറഞ്ഞു കണ്ടിട്ട് പോലും ഇല്ല, അമേരിക്കയിൽ നിന്ന് കണ്ടിട്ട് പോലും. നീ ഏതെങ്കിലും കാലഘട്ടത്തിൽ വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നീ അങ്ങനെ വന്ന കാണാമെന്ന് പറഞ്ഞു. എന്ന് പറയാം ഞങ്ങളുടെ എൻ്റെ പറഞ്ഞ പോലെ സംസാരിച്ചു ഒരു പാസ് കേരളത്തിൽ നിന്ന് വന്നു കേട്ടോ. വന്നു കഴിഞ്ഞപ്പം അദ്ദേഹത്തെ ഞാൻ എൻ്റെ വീട്ടിൽ സ്വീകരിച്ച് അദ്ദേഹത്തെ ഞാൻ ശാലം വൈൻ കുടിക്കാൻ കൊടുത്തു എൻ്റെ ഏരിയ. അത് കഴിഞ്ഞ് രാവിലെ അദ്ദേഹം എഴുന്നേറ്റും ചോദിച്ചാൽ ഇനി ഇരിപ്പുണ്ടോ അച്ഛാ ആ സാധനം, അത് കുടിച്ചു നല്ല ഉറക്കം വന്നു. അങ്ങനെ ഇവിടുന്ന് അമേരിക്കയിലേക്കും ഗൾഫിലേക്കും പോകുന്ന നല്ലൊരു ശതമാനം അച്ചായന്മാരുണ്ട്, വിശൂഷകന്മാര്, പാസ്റ്റർമാര്. അവിടെ ചെന്ന് വൈൻ കുടിക്കുന്നുള്ളത് എനിക്ക് അങ്ങനെ മനസ്സിലായത്. പ്രൈസറോ നല്ലേര് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ഭയങ്കര അരിശം തോന്നിയാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അരിച്ചു തോന്നിയാലും നിങ്ങൾ ചീത്ത വിളിച്ചാലും എന്നെ ബാധിക്കുന്ന വിഷയമില്ല. കാരണം സുവിശേഷം വഴി എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിഹാസം കേൾക്കണം. അത് സഹിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കറക്റ്റായിട്ട് പറയുകയും ചെയ്യും. അല്ലേരിയ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നല്ലൊരു അനേകർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, ഒഴിവ് കഴിവ് പറയുക, സമയമില്ല. സമയത്തെ ഉണ്ടാക്കി നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ് മത്തായി 6:33 മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന. മുമ്പേ അവന്റെ രാജ്യം പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവന്റെ രാജ്യനീതി അന്വേഷിക്കണം, അതോടുകൂടെ നിന്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നൽകി തരുമെന്ന്. അല്ലേലിയ. അതുകൊണ്ട് നിങ്ങൾ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറിപ്പോകാതെ പ്രാർത്ഥിക്കുക. അതിരാവിലെ കർത്താവിനെ തെരഞ്ഞെടുക്കണം. അതിരാവിലെ നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ കണ്ണു ചിമ്മി എഴുന്നേറ്റോണം മൊബൈലാണ് നിങ്ങൾ തിരയുന്നല്ലേ. അത് ഈ 90% ജനങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം കൈകൊണ്ടെടുക്കുന്ന മൊബൈലാണ് തരുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര നീ രാവിലെ എഴുന്നേക്കും മൊബൈൽ തിരഞ്ഞ് മൊബൈൽ ഇതിന്റെ കൈകൾ കൊണ്ട് എടുക്കുന്നതിന് മുമ്പ് നീ വിശുദ്ധ വേദപുസ്തകം എടുത്ത് പഠിക്കുക. വിശുദ്ധ വേദപുസ്തകം എടുത്ത് തുടങ്ങുക. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് പറയുക, ഈ ക്രൈസ്തവനെ ക്രിസ്ത്യാനെ പെന്തക്കോസ്തുകാരനെ വിശ്വാസിയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ദൈവമായിട്ട് ബന്ധമുണ്ടാകണം. ക്രൈസ്തവരോ അല്ലേറിയ. ക്രൈസ്തവർക്ക് ഒരു കാലത്ത് ദൈവമായിട്ട് ബന്ധമില്ല, എല്ലാം അഭിനയമാണ്. ക്രൈസ്തവർ എന്ന് പറയുന്നത് അഭിനയമാണ്. അല്ലേറിയ. അഭിനയിക്കാൻ ഭയങ്കര വിരുദ്ധം. നമ്മളെല്ലാം ഓരോ അഭിനയ നേതാക്കളാണ്. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അഭിനയമാണ്. എല്ലാം നമ്മൾ നന്നായിട്ട് അഭിനയിക്കും, കാഴ്ചവെക്കും. അല്ലേറിയ. നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. നീ പ്രാർത്ഥിക്കുന്നതിന് ഹൃദയം നിറച്ച് കുറ്റബോധം ഉണ്ടാകും. നീ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ. മനുഷ്യൻ എല്ലാ ദിവസവും പാപം ചെയ്യും. എങ്ങനെയാണ് പാപം ചെയ്യുന്നത്? നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കൊടുക്കൽ, വാങ്ങൽ, നിരൂപണത്തിനകത്ത്, ജീവിതത്തിൽ, ശരീരത്തിൽ, ജഡത്തിൽ, മനസ്സിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, കൊടുക്ക വാങ്ങൽ, ഇടപാടുകൾ, ക്രയവിക്രയങ്ങളൊക്കെ അനവധി തെറ്റുകുറ്റങ്ങൾ വരാം. അതെല്ലാം പാപമായിട്ട് കിടക്കും. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയും. അല്ലേരിയ. പ്രാർത്ഥനയില്ലാത്ത നിനക്ക് സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. അല്ലേരിയ. നമ്മുടെ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയാൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി പോകുന്ന സമയത്ത് രാവിലെയോ എന്നുള്ളതാണ് മാർക്കോസ് സുവിശേഷം നമ്മൾ വായിച്ച കാണുന്നത്. അപ്പൊ ഏത് സമയത്താണ് കർത്താവ് വരുന്നതൊക്കെ അറിയാമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിനും യേശു ശിഷ്യന്മാരോട് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിനക്ക് വരാൻ പോകുന്ന പരീക്ഷകളുണ്ടല്ലോ, ആ പരീക്ഷ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിലേക്ക് നിന്റെ തലമുറയിലേക്ക് വ്യാപരിക്കാതിരിക്കണമെങ്കിൽ നീ ഉണർന്ന് പ്രാർത്ഥിക്കണം. നീ പറയില്ല എന്റെ കുടുംബത്തിൽ ബന്ധനമാണ്, ഭൂതമാണ്, എനിക്ക് ഭയങ്കര പ്രേതക്കെട്ടുകളാണ്, കുടുംബത്തിന് ആഭിചാരം, മന്ത്രവാദം, ഉറുമന്ത്രവാദങ്ങളാണ്, അവരത് ചെയ്തു ഇവരത് ചെയ്തു, എനിക്ക് അങ്ങനെ ചെയ്തു എന്നൊക്കെ നീ പറഞ്ഞ് വിലപിച്ച് സഭയ്ക്കകത്ത് എഴുന്നേറ്റ് സാക്ഷ്യം പറയാറില്ലേ? പ്രാർത്ഥന ചോദിക്കാറില്ല. എന്തുകൊണ്ടാണ് നിന്റെ കുടുംബത്തെ പിശാചി ബന്ധിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിന്റെ തലമുറയെ പിശാചി ബന്ധിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിന്റെ മക്കൾ ലഹരിക്ക് അടിമകളായി മാറിയത്? പാൻമസാലകൾക്ക് അടങ്ങി തുടങ്ങി ഇന്നത്തെ MDMA സിന്തറ്റിക് അടക്കമുള്ള ആ മാരകാമി വിഷയത്തിൽ നിന്റെ തലമുറ, നിന്റെ ഭർത്താവിന്റെ ഭാര്യ അടിമയായത് എന്തുകൊണ്ടാണ്? നിനക്ക് പ്രാർത്ഥനയില്ലാതെ വന്നത് കൊണ്ടാണ്. ഭവനത്തിനകത്ത് മാതൃക പ്രാർത്ഥനയാണ്. അല്ലേരിയ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. അല്ലേരിയ. ലോകത്തിന്റെ ചെളികളൊക്കെ മാറ്റിക്കളാണ്. ഞാൻ വളരെ മദ്യപാനിയായിരുന്നു. 25 വർഷം തുറമാന മദ്യം ജനിച്ച് കാലം തൊട്ട് മദ്യം കുടിക്കുന്ന ഒരു ഭവനത്തിലാണ് ജനിച്ചത്. 36 വയസ്സ് വരെ 25 വർഷം ഞാൻ സ്വന്തമായിട്ട് ഇഷ്ടംപോലെ മദ്യം ഉണ്ടാക്കി കുടിച്ചും ഒക്കെ നടന്ന വ്യക്തിയാണ്. പക്ഷെ എന്നെ ദൈവം പിടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് നീ മദ്യം കുടിക്കണ്ട, നീ മദ്യം കുടിച്ച ചുണ്ടുകൊണ്ടൊക്കെ നീ ദൈവദിനം വായിച്ച് പ്രസംഗിച്ച് നീ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ട് ഞാൻ തന്നെ ഏറ്റെടുത്തു കേട്ടോ. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ് ഞാൻ അനുസരിക്കാൻ തയ്യാറായി.
അല്ലേ? അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയമക്കളെ, നിങ്ങൾ നിങ്ങളുടെ യൗവന പ്രായത്തിൽ അല്ലേ നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിട്ടണം. നിന്റെ യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളാന്നാണ് നമ്മൾ സഭാപ്രസംഗിയുടെ പുസ്തകം നമ്മൾ 11ഉം 12ഉം കൂടെ ചേർത്ത് വായിക്കണം. 11 അധ്യായം വായിക്കണം, 12 അധ്യായം വായിക്കണം. നമ്മുടെ യൗവന കാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണം. അല്ലേരിയ. പ്രാർത്ഥിക്കാൻ സമയമുള്ളപ്പോൾ നീ പ്രാർത്ഥിക്കണം. അല്ലേരിയ. ഞാൻ ഒരിക്കൽ ഞാനൊരു 4 സർജറി കഴിഞ്ഞിട്ടുണ്ട്. 4 സർജറി കഴിഞ്ഞ് 2 സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം വേദപുസ്തകം പ്രാർത്ഥിക്കുകയും, ഞാൻ ഒരിക്കൽ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം മെസ്സേജ് ഹോസ്പിറ്റലിൽ കിടന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ യൂട്യൂബിനകത്തും ഫേസ്ബുക്കിലൊക്കെ സർജറി കഴിഞ്ഞ് തുന്നലുമായിട്ട് വയറ് നിറച്ച് തുന്നലുമായിട്ട് കിടക്കുന്ന ആ കിടപ്പിൽ നിന്ന് എന്നെ താങ്ങി ഒരു സഹോദരൻ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു ബൈബിളും എന്റെ മൊബൈലും തരാൻ പറഞ്ഞു. ബൈബിളും മൊബൈലും തന്നു കഴിയുമ്പോൾ ഞാൻ ആ മൊബൈൽ ഓണാക്കി ഞാൻ കിടന്ന ഹോസ്പിറ്റലിനകത്ത് ഞാൻ മെസ്സേജ് പറഞ്ഞു. അല്ലേരിയ. ആ കർത്താവിന് വേണ്ടി ഏത് ത്യാഗവും സഹിക്കണമെന്ന് എന്നെ കർത്താവ് പെട്ടെന്ന് സൗഖ്യമാക്കി. 3-ാമത്തെ ദിവസം വീട്ടിൽ വരികയും ചെയ്തു. പിന്നെ എന്റെ ശുശ്രൂഷ കൃത്യമായിട്ടാണ് ഞാൻ രാവിലെ ദൈവമുഖം അന്വേഷിച്ചും കർത്താവ് എന്നെ സൗഖ്യമാക്കിയെന്ന്. അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ, നമുക്ക് സൗഖ്യം കിട്ടുന്നതും പ്രാർത്ഥനയില്ല. അല്ലേരിയ. നമ്മൾ ഈ സൗഖ്യത്തിന് വേണ്ടിയാണല്ലോ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അല്ലേരിയ. ഈ സൗഖ്യം നിനക്ക് കിട്ടണമെങ്കിൽ നീയും കൂടെ പ്രാർത്ഥിക്കണം. നീയും കൂടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ സൗഖ്യം നിന്റെ ഉള്ളിലേക്ക് വ്യാപരിക്കുന്നത്. അപ്പൊ അതിരാവിലെ എഴുന്നേറ്റ് വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങണം. 5 മണിയാകുമ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലെല്ലാവരെയും വിളിച്ചെഴുന്നേൽപ്പിക്കണം. നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിങ്ങളുടെ മക്കളെ എല്ലാം വിളിച്ചെഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിപ്പിക്കണം. പ്രൈസലോ. പ്രാർത്ഥന എന്ന് പറയും നമ്മുടെ ആത്മാവിന്റെ പ്രധാന ഘടകമാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ മാത്രമേ നിന്റെ ഭവനം ഉണരുകയുള്ളൂ. നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ കുടുംബത്തിനകത്ത് ശത്രു അടുക്കത്തില്ല. നീ പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തെ ദൈവം വേലി കെട്ടി സൂക്ഷിക്കും. ഹല്ലേലൂയ. ദൈവം നിനക്ക് തീമുതലായി കോട്ടയായിരിക്കും. ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം നിന്നെ സൂക്ഷിക്കും. സക്രിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്ക്. ദൈവം നിനക്ക് തീമുതലും കോട്ടയമായി ഇരിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. ദൈവം നിന്റെ ഭവനത്തിന് വേലി കെട്ടി സൂക്ഷിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. ദൈവം നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം, പ്രാർത്ഥിക്കുന്നവളായിരിക്കണം. ഹല്ലേലൂയ. ഇതൊക്കെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതാ കേട്ടോ. ഹല്ലേലൂയ. ഞാൻ എങ്ങൊന്നും എടുത്തുകൊണ്ടോന്ന് പറയുന്നൊന്നുമല്ല. ഈ നമ്മൾ കൈ നീട്ടിയ ഉടനെ ഓരോന്നൊക്കെ വരുമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സിദ്ധിയായിട്ട് കാണിക്കുന്നൊന്നുമല്ല. വേദപുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നതാണ്. പ്രൈസലോ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ക്രൈസ്തവ വിശ്വാസികൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് അഭിഷേകമുള്ള ശുശ്രൂഷയുള്ള ദൈവോദരവുമായി നിൽക്കുന്ന ദൈവഭക്തന്മാർ, ദൈവദാസിദാസന്മാർ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് മാനസാന്തര യോഗ്യമായ ഫലം കായ്ക്കണം. പ്രാർത്ഥന ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. മാനസാന്തരം ആദ്യം ദൈവമക്കൾക്ക് ദൈവസഭയിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ബിലയാം ഇസ്രായേൽ മക്കളെ സിദ്ധിയിലേക്ക് പാപം ചെയ്യാൻ അയച്ചതുപോലെ ബിലയാമിന്റെ ആത്മാവിനെ പ്രാപിച്ച അനവധി ശുശ്രൂഷകന്മാർ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയെ പാപത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. ദൈവമക്കളെ പാപത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. അങ്ങനെ പാപത്തിലേക്ക് തള്ളിവിടും. ബിലയാമിന്റെ ആത്മാവ് മാറ്റിവെച്ചിട്ട് ബിലയാമിന്റെ ശുശ്രൂഷ മാറ്റിവെച്ചിട്ട് മാനസാന്തരപ്പെടണം. ബിലയാമിന്റെ ശുശ്രൂഷ ചെയ്താൽ അവസാനം ബിലയാമിന്റെ ജീവൻ നഷ്ടപ്പെട്ടു, ബിലയാം മരണപ്പെട്ടത് കൊല്ലപ്പെട്ടതുപോലെ ബിലയാമിന്റെ ആത്മാവിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാർ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിരിക്കും. ശേഷുകുലിക്ക് പ്രസംഗിച്ചേക്കാം. പക്ഷെ നീ ബിലയാമിന്റെ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ ബിലയാമിനെ പോലെ അപകടകരമായ മരണം നിന്റെ ജീവിതത്തിൽ വരും. അതുകൊണ്ട് നമ്മൾ മാനസാന്തര യോഗ്യമായ ഫലം കായ്ക്കണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. കർത്താവ് മോശയെ നോക്കിയിട്ട് എന്താണ് പറഞ്ഞത്? മോശയെ നോക്കിയിട്ട് കർത്താവ് മോശയോട് പറഞ്ഞു, നീ രാവിലെ എഴുന്നേറ്റ് അതിരാവിലെ തന്നെ ഒരുങ്ങി പർവ്വതത്തിൽ കയറി വരണം. 34 പുറപ്പെടുന്ന പുസ്തകം 34-ന്റെ 2 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിന് മുകളിൽ എന്റെ സന്നിധിയിൽ വരണം. നിന്നോട് കൂടെ ആരും കയറരുത്. പർവ്വതത്തിലെങ്ങും ആരെയും കാണുകയും വരുത്. പർവ്വതത്തിൽ അരികെ ആടുകളോ കന്നുകാലികളോ മേയുകയോ അരുത്. അങ്ങനെ മോശ മുമ്പിലത്തെ പോലെ 2 കൽപ്പനകൾ ചെത്തി അധികാലത്ത് എഴുന്നേറ്റ് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സീനായി പർവ്വതത്തിൽ കയറി കൽപ്പന 2 കൈയെടുത്തു. അപ്പൊ അതിരാവിലെ മോശ എന്ത് ചെയ്തു? പർവ്വതത്തിൽ കയറിയെന്ന്. അല്ലെ? അപ്പൊ ദൈവം പറഞ്ഞത് കേട്ട് മോശ അങ്ങനെ ചെയ്തെങ്കിലേ നമ്മൾ അതേപോലെ തന്നെ ചെയ്യണം. യേശുക്രിസ്തുവിനെ കുറിച്ച് കാണുമ്പോൾ എന്താണ്? മാർക്കോസ് സുവിശേഷം 1-ാം വാക്യം വായിക്കുമ്പോൾ അതികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് പ്രാർത്ഥിച്ചു. യേശു പകൽ മുഴുവൻ ശുശ്രൂഷ.
രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, യേശുവിന്റെ അരികിൽ വന്നവരെ എല്ലാം സൗഖ്യമാക്കുന്നു. അതും കഴിഞ്ഞിട്ട് രാത്രി ആമി മുഴുവൻ മലയിൽ പോയി പ്രാർത്ഥിക്കുന്നു. അധികാലത്തെ അല്ലെങ്കിൽ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്ത് പ്രാർത്ഥിച്ചു. മോശ അതിരാവിലെ പർവ്വതത്തിൽ കയറി. യേശു അധികാലത്തെ ആമി ഇരുട്ടോടെ നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. മോശയോട് പറഞ്ഞു, അതിരാവിലെ പർവ്വതത്തിൽ കയറുക. ഇതുപോലെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ രാവിലെ പ്രാർത്ഥിക്കാൻ എഴുതേക്കണം. ദാനിയേൽ ദിവസം മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുട്ടി ദൈവത്തെ പ്രാർത്ഥി സ്തോത്രം ചെയ്തതുപോലെ നീ ദൈവത്തെ സ്തുതിക്കുന്ന നിന്റെ കഷ്ടനഷ്ട വേദ ദുഃഖങ്ങളെല്ലാം മാറും. അതുകൊണ്ട് വായിച്ച വചനത്തിലേക്ക് വരട്ടെ. വായിച്ച വചനം എന്താണ്? സങ്കീർത്തന പുസ്തകമാണല്ലോ. ആമേൻ. 5-ാം 5-ാം യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ആമേൻ, ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അതെ, നമ്മൾ രാവിലെ കർത്താവിന് വേണ്ടി ഒരുങ്ങണം. കർത്താവിന് വേണ്ടി ഒരുങ്ങി നീ എന്ത് ചെയ്താലും നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ വാക്കുകൾ, ഞാൻ പറഞ്ഞ ഈ മെസ്സേജുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കാൻ പോകുക. നിന്റെ കഷ്ടനഷ്ട വേദനകൾ, നിന്റെ കഴിഞ്ഞകാല ജീവിതത്തെ കുറവുകൾ, പാപങ്ങൾ നിനക്ക് കഴിഞ്ഞ ദിവസം ഈ സമയം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് നീ പ്രഭാതവും തീരുമാനമെടുത്ത്, കർത്താവേ, രാവിലെ എന്റെ പ്രാർത്ഥനകൾക്ക് ഞാൻ എന്നെ തന്നെ ഒരുക്കി നിന്റെ സന്നിധി വരുന്നത് ഇപ്പോൾ തീരുമാനമെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ കഴിഞ്ഞ നിമിഷങ്ങളിൽ ഉണ്ടായിരുന്ന പാപത്തെ ദൈവം ക്ഷമിച്ചു തരും. ദൈവം നിന്നെ, നിന്റെ കുടുംബത്തെ മാനിക്കും. കഷ്ടതയുടെ, സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ പോരാട്ടങ്ങൾ നടുവിൽ നിന്ന് ദൈവം നിന്നെ മാനിച്ചുയർത്തി നിന്നെയും നിന്റെ മക്കളെ ഒരു പ്രാർത്ഥന പോരാളിയായി, പ്രാർത്ഥന വീരന്മാരായി ദൈവം മാനിക്കും. അങ്ങനെ നീ ആഗ്രഹിക്കുന്ന എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കേരളത്തിൽ, ഭാരത, ലോക രാജ്യമുള്ള സകല ദൈവമക്കളെ, ദൈവദാസന്മാരെ, ക്രൈസ്തവ സമൂഹത്തെ, ആബാലവൃത്തം ജനങ്ങളെ, ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിൽ വാർത്തയും രാജവും വൃത്തരാശന യാചകർ, ഓർഫനേജിൽ, യുവേക്കോമിലായിരിക്കുന്ന ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസം, ലോക, രാജ്യ, രാഷ്ട്ര തലവന്മാർ അടക്കം എല്ലാ രാജ്യന്മാരും ഭരണാധിപന്മാരടക്കം എല്ലാ മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും വലിയ എല്ലാ സാമൂഹിക സാംസ്കാരിക മീഡിയ രംഗം, സയന്റിസ്റ്റ്, എഞ്ചിനീയർ അടക്കം സകല ജനങ്ങളും മാനസാന്തരപ്പെട്ട് യോഗ്യമായി ഫലം കായ്ക്കുവാൻ കർത്താവെ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങി കർത്താവിന് വരുവാൻ സകല ജനത്തെ ഒരുക്കണമേ. പൂരികളും പോരാട്ടങ്ങളും ബന്ധങ്ങളും കഷ്ടതകളും കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ദുഃഖങ്ങളും കണ്ണുനീരും എല്ലാം മാറി, കുടുംബത്തിന്റെ ശാപങ്ങൾ മാറി, കുടുംബത്തിനകത്ത് ദൈവം വെറുക്കുന്ന അടയ്ക്കുന്ന എല്ലാ പാപങ്ങളിൽ നീക്കിക്കളഞ്ഞ് കുടുംബം ശുദ്ധീകരിക്കപ്പെടുവാൻ സകല ജനത്തെ ഒരുക്കണമേ. രോഗികളൊക്കെ സൗഖ്യം പ്രാപിക്കണം, കഷ്ടതയെ വിജയം പിടിക്കാനുള്ള ജീവിതത്തിൽ പുതുവഴി തുറക്കണം, പുതിയ നന്മ തുറക്കണമേ. ജനത്തിന്റെ പാപങ്ങൾ ക്ഷമിച്ച് കർത്താവ് രാവിലെ ജനത്തെ പ്രാർത്ഥനയ്ക്കായി ഒരുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.